എടാ മോനെ, നിനക്ക് അഥവാ നിനക്ക് അത്ര ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നീ നിന്റെ ഹോസ്പിറ്റലിൽ സർജറി ചെയ്തതിന്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിനക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, ഡിസ്ചാർജ് സമ്മറി എന്നൊക്കെ പറഞ്ഞ് നിനക്ക് തന്നിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് നീ കൊണ്ട് കാണിക്കണമായിരുന്നു. അതാ ചെയ്യണ്ട, അല്ലാതെ നീ തുറന്ന് മലർത്തിയിട്ട് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യണം. നീയൊക്കെ ഏത് ജനത്തിൽപ്പെട്ടതാടാ? നീ ആണുങ്ങൾക്കും അപമാനമാണ്, പെണ്ണുങ്ങൾക്കും അപമാനമാണ്, നീ ട്രാൻസിനും അപമാനമാണ്. നീ ഏത് ഗണത്തിൽപ്പെടുന്നവനാണ്? നിനക്ക് ഞാൻ പറയണില്ല. എടാ ജാസി, നിനക്ക് അല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടോ? നിന്നെ എടാന്ന് വിളിക്കണോ എടീന്ന് വിളിക്കണോ? നീ ഏത് വർഗത്തിൽപ്പെട്ടതാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആണാണോ? അല്ല. പെണ്ണാണോ? അല്ല. നീ ആണും പെണ്ണും കിട്ടവനാണോ? അല്ല. ട്രാൻസ് ആണോ? അതല്ല. നിനക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു സ്വന്തം നമ്മുടെ ലോകം ഒരു പ്രത്യേക വർഗത്തിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്തേ കാണിച്ചു കൊടുക്കണം? നിനക്ക് നാണം ഉണ്ടോ? നിനക്കൊരു പെണ്ണിനെ വിളിച്ചിട്ട് നിന്റെ ഓപ്പറേഷൻ ചെയ്ത സ്ഥലം കൊണ്ട് തുറന്ന് കാണിച്ച് മലർത്തി കൊടുക്കാനായിട്ട് നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോടാ? എടാ മറ്റവനെ നീ കാണിച്ചു കൊടുത്തല്ലോ, നിന്നിൽ ഭയങ്കര സംശയം എന്ന് പറഞ്ഞാൽ നീ അങ്ങ് തുറന്ന് മലർത്തിയിട്ട് കാണിച്ചു കൊടുത്തല്ലോ. നീ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തില്ലേ? എടാ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലല്ലേ നിന്റെ മോന്തക്കെട്ട് നിന്റെ അടിച്ച് നിന്റെ ഷേപ്പ് ചെയ്യാമായിരുന്നു. നിനക്ക് നാണമുണ്ട്? നീ ഏത് വർഗത്തിൽപ്പെട്ട? നീ എന്തിനാണ് ജീവിക്കണത്? നീ ഏത് വർഗത്തിൽപ്പെട്ടതാ? നീ ഏതാടാ വർഗം? നീ ഇത്രയും നാളായിട്ട് നിന്റെ സർജറി കഴിഞ്ഞിട്ട് നീ 3-4 വീഡിയോസ്, എനിക്ക് 3 വീഡിയോസ് നീ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ 3 നീ ചെയ്ത 3 വീഡിയോസിൽ നീ ഏതെങ്കിലും ഒന്നിലും നീ പറയുന്നുണ്ട് നിന്റെ സർജറി ചെയ്താന്ന്. നീ പറയുന്നുണ്ട് ഞാൻ അവനിൽ നിന്ന് അവളിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഏതെങ്കിലും വീഡിയോസിൽ നീ പറയുന്നുണ്ടോ നീ ഇന്ന സർജറി ആണ് ചെയ്തതെന്ന് നീ പറയുന്നുണ്ടോ? ആദ്യം നീ അത് പറയണം. നീ അതിനകത്ത് ഒരു ക്ലാരിറ്റി കൊടുക്ക്, എന്നിട്ട് നീ പറ കേട്ടാ. അതുപോലെ എടാ ഏമ്പോക്കി, നീ പറയുന്നുണ്ടല്ലോ നിന്നെ വെച്ച് എല്ലാവരും റീച്ച് ഉണ്ടാക്കുന്നു നീ പറയുന്നുണ്ടല്ലോ. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ തന്നെ അല്ലേടാ ആദ്യം നിന്റെ വാച്ചും പൊക്കിക്കൊണ്ട് വന്ന് നിന്റെ കഴുത്തിലെ മാലയും പൊക്കിക്കൊണ്ട് വന്ന് നീ അത്രയാണ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് നീ തന്നെയല്ലേ ഈ പൊക്കിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നിന്റെ ദിവ്യഗർഭം നീ കാണിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നീ സർജറി ഞാൻ അവനിൽ നിന്ന് അവളിലോക്കാണ് ഞാൻ പോണേന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സർജറി കാണിച്ചുകൊണ്ട് വന്നു. അതൊക്കെ നീ തന്നെയല്ലേ ചെയ്തത്? നീ തന്നെയല്ലേ എല്ലാവർക്കും ഇട്ട് കൊടുക്കണം, എന്നിട്ടല്ലേ ബാക്കിയുള്ളവർ ഇതിനകത്ത് പിടിച്ചു കയറുന്നത്. അതിന്റെ കാര്യം നീ കാണിക്കണം മുഴുവൻ പൊട്ടത്തിട്ടും ചേറ്റത്തരം ആയതുകൊണ്ട് എല്ലാവരും നിന്റെ അടുത്ത് അങ്ങ് കയറി വരുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർക്ക് ജീവിക്കാനായിട്ട് നിന്റെ കണ്ടന്റ് വേണമെന്നില്ല. അതാദ്യം നീ മനസ്സിലാക്ക്. നീ വഴി എല്ലാവർക്കും അരി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് എന്നല്ല നീ പറയുന്നു നടക്കണം നിന്റെ വീഡിയോസിൽ മുഴുവൻ. അങ്ങോട്ട് നിനക്ക് നാണമില്ലടാ നിന്റെ മറ്റേത് കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട്. അതൊരു പെണ്ണിനെ വിളിച്ചിട്ട് നീ ഒരു ഇതിനകത്ത് പെടാത്ത ഒരുത്തം വന്നിട്ട് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് നീ അതുപോലെ തന്നെ പറയുന്നുണ്ട് ആ പെണ്ണ് അവളുടെ ഭർത്താവിനെ കാണിക്കുന്നില്ല, അവളെല്ലാത്തിനും അവളുടെ ഭർത്താവിനെ കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നീ ആദ്യം പോയി കാണടാ, ആദ്യം പോയി, എന്നിട്ട് നീ സംസാരിക്കാൻ വാങ്ങോട്ട്. നാണമില്ലല്ലോ നിനക്ക്.